11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കിങ്ഡം മോണിഗ്ര നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഫീച്ചേഴ്സ് നോക്കാം. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം ഉണ്ടായിരുന്ന രണ്ട് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും മാത്രമായിരുന്നപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് സോൾവ് ചെയ്യാനാണ് വിറ്റാക്കർ 5 കിങ്ഡമുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അദ്ദേഹം എല്ലാ പ്രോക്യാരിയോട്സിനെയും എടുത്ത് പോണിയറയിലിട്ടു. പിന്നെയുള്ളത് എല്ലാം യൂക്യാരിയോട്സ് ആണ്. പക്ഷേ എല്ലാ യൂക്യാരിയോട്സിനും ഒരേ ക്യാരക്ടേഴ്സ് അല്ല. ചിലത് യൂണിസെല്ലുലാർ ആണ്, ചിലത് മൾട്ടിസെല്ലുലാർ ആണ്, ചിലത് ഫോട്ടോസിന്തറ്റിക് ആണ്, ചിലത് നോൺ ഫോട്ടോസിന്തറ്റിക്, അല്ലെങ്കിൽ അവർ ഹെറ്ററോട്രോഫിക് ആണ്. അതല്ല, ചിലതെല്ലാം സെൽവോൾ ഉള്ളതാണ്, ചിലതിനെല്ലാം സെൽവോൾ ഇല്ല. അപ്പോൾ ഈ യൂണിസെല്ലുലാറും യൂക്യാരിയോട്ട് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനെയും പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും എടുത്തിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായ കിങ്ഡമായിട്ട് രൂപീകരിക്കുകയായിരുന്നു. അതായത് ക്ലോറല്ല പോലുള്ള യൂണിസെല്ലുലാർ ആൽഗയും അമീബ പാരമീഷ്യം പോലുള്ള യൂണിസെല്ലുലാർ ആനിമൽസിനെയും എല്ലാം ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രോട്ടിസ്റ്റൻ ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇവിടെ യൂണിസെല്ലുലാർ ആൻഡ് യൂക്യാരിയോട്ടിക് എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് 2 ക്യാരക്ടേഴ്സ് കൂടി നമുക്ക് പറയാം. അവയ്ക്ക് വ്യക്തമായ ഒരു മർമ്മസ്തരമുണ്ട്, അതുകൊണ്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറയാം. അതോടൊപ്പം തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നു. ഇനി ഇതുകൂടാതെ ഇതിനെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്ലാന്റ്സിന്റെ ക്യാരക്ടേഴ്സും ഉണ്ട്, ആനിമൽസിന്റെ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇനി അപ്പോൾ ഇതിനെ നമുക്കൊരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് മനസ്സിലാക്കാം. മറ്റ് ഗ്രൂപ്പുകളുമായിട്ട്, അതായത് ഫംഗസുമായിട്ടും പ്ലാന്റ് കിങ്ഡവുമായിട്ടും ആനിമൽസ് കിങ്ഡവുമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് ഇത്. കാരണം ഇപ്പോഴും ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റൻ എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് വിളിക്കുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റിന് ഇഷ്ടം അവയെ പ്ലാന്റ്സ് ആയിട്ട് കണക്കാക്കാനാണ്. ഈ ക്ലോറല്ല, ക്ലാമിഡോമോണസ് എല്ലാം യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പഠിക്കുമ്പോൾ അവയെല്ലാം ആൽഗയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് പഠിക്കുന്നത്. ഇനി ഇതിലെല്ലാം ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. ചില മെമ്പേഴ്സിലാണ് ഉള്ളത്. അപ്പോൾ ഫ്ലജല്ലയും സീലിയയും എന്തിനുള്ളതാണ്? ലോക്കോമോഷൻ അഥവാ ചലനത്തിന് സഹായിക്കുന്നവയാണ്. ഫ്ലജല്ല എന്ന് പറയുമ്പോൾ നീളമുള്ള ചാട്ടവാർ പോലുള്ള ഒരു സ്ട്രക്ചറും, നമ്മുടെ സീലിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഓർ പോലെ നമ്മുടെ ഈ പങ്കായം തുഴഞ്ഞു പോകുന്ന പോലെ അങ്ങനെ തുഴഞ്ഞു പോകാൻ പറ്റിയ ഒരു സ്ട്രക്ചറും ആണ്. പിന്നെ റീപ്രൊഡക്ഷൻ പറഞ്ഞാലോ, ചിലത് എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും, ചിലത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും. സെൽഫ് ഫ്യൂഷനും സൈഗോട്ട് ഫോർമേഷനുമാണ് സംഭവിക്കുന്നത്. ഇനി പ്രോട്ടിസ്റ്റയിലെ ക്ലാസ്സസ് നോക്കിക്കഴിഞ്ഞാൽ 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ക്രൈസോഫൈറ്റ്സ്, അതിനെ നമ്മൾ ഡയറ്റംസ് എന്നും പറയുന്നു. പിന്നെ ഡൈനോഫ്ലാജെല്ലേറ്റ്സ്, അത് കഴിഞ്ഞ് വരുന്നത് യൂഗ്ലിനോയിഡ്സ്, പിന്നെ സ്ലൈമോൾസ്, പിന്നെ പ്രോട്ടോസോവൻ. അപ്പോൾ ആദ്യം ഈ 5 പേര് ഈ ഓർഡറിൽ അങ്ങ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോൾസ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇതിൽ ആദ്യത്തെ 3 ഫോട്ടോസിന്തറ്റിക് ആണ്. അവ നമ്മുടെ ഈ ബയോസ്ഫിയറിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസിൽ 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ 3 മെമ്പേഴ്സാണ്. കാരണം ഇവ പ്രിഡോമിനൻ്റ് ആയിട്ട് വെള്ളത്തിൽ കണ്ട് അവിടെ ജീവിക്കുന്നവയാണ്. അപ്പോൾ ധാരാളം ഫോട്ടോസിന്തസിസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പായ പ്രോട്ടിസ്റ്റനിലെ ആദ്യത്തെ ഗ്രൂപ്പായ ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പഠിക്കാം. ഈ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഡയാറ്റംസും ഗോൾഡൻ ആൽഗയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഗോൾഡൻ ആൽഗയുടെ മറ്റൊരു പേരാണ് ഡെസ്മിഡ്സ്. ഇവ അക്വാട്ടിക് നേച്ചർ അല്ലെങ്കിൽ വെള്ളത്തിലാണ് കാണുന്നത്. അത് ഫ്രഷ് വാട്ടറിലാകാം, അല്ലെങ്കിൽ കടലിൽ മെറീൻ വാട്ടറിലും ആകാം. പിന്നെ ഇവ യൂണിസെല്ലുലാർ ആണെന്ന് നമുക്കറിയാം, കാരണം ഇവ പ്രോട്ടിസ്റ്റൻ ഗ്രൂപ്പിലുള്ളതാണ്. ഇവ യൂണിസെല്ലുലാർ ആണ്. ഇവ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇവയെ നമ്മൾ പ്ലാങ്ക്ടൺസ് എന്നാണ് പറയുന്നത്. ഇവയ്ക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്, ബിക്കോസ് അവയ്ക്ക് ക്ലോറോഫിൽ ഉണ്ട്. അപ്പോൾ ഇവരാണ് നമ്മുടെ വെള്ളത്തിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ്. പിന്നെ അതുകൂടാതെ ഇവരുടെ ബോഡിയുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂണിസെല്ലുലാർ സെൽ ബോഡി ഉണ്ടല്ലോ, ആ സെല്ലിന് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് ഒരു ഷെൽ ഉണ്ട്. ഈ ഒരു സെൽ വോൾ, അതൊരു ഷെല്ല് പോലെയാണ്. ഈ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിലീഷ്യസ് മെറ്റീരിയലാണ്, അതായത് സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രസ്റ്റിയം. ഇതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു സോപ്പ് പെട്ടി പോലെയാണ്. അതായത് നമുക്കറിയാം സോപ്പ് പെട്ടിയുടെ മുകളിലത്തെ അടപ്പ് അടിയിലത്തേന് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ടിഫിൻ ബോക്സ് ഒക്കെ നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോൾ ആ അപ്പർ ലിഡ് അതിനെ കവർ ചെയ്യുന്നു. അങ്ങനെയുള്ള സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിലെ അപ്പർ ഹാഫിനെ നമ്മൾ എപ്പിത്തീക്ക എന്നും ലോവർ ഹാഫിനെ നമ്മൾ ഹൈപ്പോത്തിക്ക എന്നുമാണ് പറയുന്നത്.
ഇനി ഇതിൽ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഡയറ്റംസ് ചത്തു കഴിയുമ്പോൾ ഇതിൻ്റെ സിലിക്ക വോളിന് നാശമില്ല, അത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, നശിക്കില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? കടലിൻ്റെ അടിയിൽ അടിയാൻ തുടങ്ങും. അങ്ങനെ ബില്യൺസ് ഓഫ് ഇയേഴ്സ് അടിഞ്ഞുണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് ഡയറ്റമേഷ്യസ് എർത്ത്. അപ്പോൾ അതിൻ്റെ ഈ ഗ്രിറ്റി നേച്ചർ കൊണ്ട് തന്നെ അതിനെ നമ്മൾ പോളിഷിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓയിൽ സിറപ്സ് ഒക്കെ ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ പെയിൻറ്, ടൂത്ത് പേസ്റ്റ് ഒക്കെ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് ക്രൈസോഫൈറ്റ്സ് ഇൻക്ലൂഡ് ഡയറ്റംസ് അല്ലെങ്കിൽ ഡെസ്മിഡ്സ് ഓർ ഗോൾഡൻ ആൽഗെ. അതിൻ്റെ ഇവരാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് വാട്ടർ. പിന്നെ ഇവരുടെ സെൽ വോൾ മേഡപ്പ് ഓഫ് സിലിക്ക, അത് ഡയറ്റമേഷ്യസ് എർത്ത് ഉണ്ടാക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള പ്രോട്ടിസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സ് ആണ്. ഇനി നമുക്ക് ഡൈനോഫ്ലജലേറ്റ്സ് പഠിക്കാം. ഡൈനോഫ്ലജലേറ്റ്സിൽ വരുമ്പോഴേക്കും ഇവയെല്ലാം യൂണിസെല്ലുലാർ ആണ് നമുക്കറിയാം. അതിൽ മോർ ദാൻ 1000 സ്പീഷീസ് ഉണ്ട്. ഇവയിൽ കൂടുതലും കടലിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇവയെല്ലാം ഫോട്ടോസിന്തറ്റിക് ആണ്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ക്രൈസോഫൈറ്റ്സും ഡൈനോഫ്ലജലേറ്റ്സും യൂഗ്ലിനോയിഡ്സും ഫോട്ടോസിന്തറ്റിക് ആണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനും ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്. അത് അതിനകത്ത് ഒരു ഗ്രൂവ് പോലെ വരുന്നുണ്ട്. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെഡ്ജ് അല്ലേ. അതിനകത്ത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ഫറോയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഹാഫ് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കോട്ടിനെ നമുക്ക് തീക്ക അല്ലെങ്കിൽ ലോറിക്ക എന്ന് പറയാം. ഇനി ഇതിൻ്റെ പിഗ്മെന്റിന്റെ കളർ അനുസരിച്ച് വിവിധ നിറത്തിൽ ഇത് കാണപ്പെടുന്നുണ്ട്. യെല്ലോ, ബ്രൗൺ, ഗ്രീൻ, ബ്ലൂ, റെഡ്, ഇങ്ങനെ പല വെറൈറ്റീസും ഉണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 2 ഫ്ലജല്ലയാണ് ഉള്ളത്. ആ പേര് നോക്കൂ, ഡൈനോഫ്ലജല്ല. ഡൈ മീൻസ് 2, 2 ഫ്ലജല്ല അല്ലേ. ഇപ്പോൾ ഡൈനോഫ്ലജലേറ്റ്സിന് 2 ഫ്ലജല്ല ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണം ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, മറ്റേത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. ആ ഗ്രൂവിൽ കൂടി തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനലും ഹൊറിസോണ്ടലും ഉണ്ട്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഫ്ലജല്ല ഉള്ളതുകൊണ്ട് നമുക്കതിനെ ഹെറ്റിറക്കോണ്ട് എന്ന് വിശേഷിപ്പിക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് റെഡ് ടൈഡ് ആണ്. അതായത് ഈ ഗോണിയോലെക്സ് എന്ന ഒരു റെഡ് കളറായിട്ടുള്ള ഒരു ഡൈനോഫ്ലജലേറ്റ് റാപ്പിഡായിട്ട് പെട്ടെന്ന് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ കടൽ മുഴുവൻ എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറുന്നു. പക്ഷേ ഇത് അത്ര നല്ലൊരു പ്രതിഭാസമല്ല. കാരണം ഈ സമയത്തുണ്ടാകുന്ന ചില വിഷപദാർത്ഥങ്ങൾ അവിടെ ജീവിക്കുന്ന മറ്റ് ഫിഷസിനും അതുപോലുള്ള ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള കടൽ ജീവികൾക്കും നാശം വരുത്തുന്നു. അപ്പോൾ ഡൈനോഫ്ലജലേറ്റ്സിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട എന്തൊക്കെയാണ്? അതിന് 2 ഫ്ലജല്ലയുണ്ട്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലും ഒന്ന് ഹൊറിസോണ്ടലായിട്ട്. പിന്നെ രണ്ടാമതായിട്ട് ഓർക്കേണ്ടത് റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത് ഗോണിയോലെക്സ് എന്ന റെഡ് ഡൈനോഫ്ലജലേറ്റ് ആണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് വി ആർ സ്റ്റഡിയിങ് ഈസ് യൂഗ്ലിനോയിഡ്സ്. അപ്പോൾ ഇവിടെ യൂഗ്ലിനോയിഡ്സിൽ വരുമ്പോഴേക്കും കുറച്ച് വ്യത്യാസങ്ങൾ വരികയാണ്. ഇവിടെ മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ ആണ്. അപ്പം നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഒരു ഗ്രഡേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ പേരുകൾ അങ്ങ് ബൈഹാർട്ട് ചെയ്യണം. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, ലൈമോൾസ് ആൻഡ് പ്രോട്ടിസ്റ്റൻസ്, ആ ഓർഡറിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ കണ്ടു ക്രൈസോഫൈറ്റ്സ് നമ്മൾ പഠിച്ചു, അവയെല്ലാം അക്വാട്ടിക് ആണ്. അത് ഫ്രഷ് വാട്ടർ ആകാം അല്ലെങ്കിൽ മെറീൻ വാട്ടർ, കടൽ വെള്ളത്തിലാകാം. രണ്ടാമത്തെ വന്നപ്പോൾ എന്താ പഠിച്ചത്? മോസ്റ്റ്ലി മെറീൻ. അപ്പോൾ മൂന്നാമത്തെ വന്നപ്പോഴോ മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ. അപ്പോൾ അങ്ങനെ അങ്ങ് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്നത് ഡിഫിക്കൽട്ടാണ്. എപ്പോഴും ഒരു ടേബിൾ ഫോമുല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് വെച്ചിട്ട് പഠിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽ വോള് ഇല്ല. അപ്പോൾ ആദ്യത്തേതിൽ വളരെ തിക്കായിട്ടുള്ള ഒരു സിലിഷ്യസ് സെൽ വോൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തേതിൽ സെൽ വോൾ തിക്ക് പ്ലേറ്റ് ആയിട്ട് ഫോം ചെയ്തു വിത്ത് ഫറോസ്. അപ്പോൾ മൂന്നാമത്തെ ഇതിൽ വന്നപ്പോഴോ സെൽ വോൾ ഇല്ല, പക്ഷേ പകരം മറ്റൊരു പ്രോട്ടീൻ റിച്ച് കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ പേരാണ് പെല്ലിക്കിൾ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. പിന്നെ ഉള്ളത് 2 ഫ്ലജല്ല. ഇതിൽ മുമ്പ് ആർക്കാ നമ്മൾ 2 ഫ്ലജല്ല കണ്ടത്? ഡൈനോഫ്ലജലേറ്റ്സിന് 2 ഫ്ലജല്ല കണ്ടു. ഇവിടെ 2 ഫ്ലജല്ല ഉണ്ടെങ്കിലും ഒന്നൊരു വലിയ ഫ്ലജല്ലം, രണ്ടാമത്തേത് ഒരു ചെറിയ ഫ്ലജല്ലമാണ്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. നമ്മൾ ആദ്യത്തെ 2 ഫോട്ടോസിന്തറ്റിക് ആണ്, ഓട്ടോട്രോഫിക് ആണെന്ന് കണ്ടു. ഇതും ഫോട്ടോസിന്തറ്റിക് ആകാം, പക്ഷേ എപ്പോഴും ആകണമെന്നില്ല. അതായത് ഇവയ്ക്ക് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ പിഗ്മെന്റ്സ് ഉണ്ടായാൽ മാത്രം മതിയോ ഫോട്ടോസിന്തസിസ് നടത്താൻ? പിന്നെ എന്താണ് വേണ്ടത്? പ്രകാശം അല്ലേ. അപ്പോൾ വെളിച്ചം അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് അവൈലബിൾ ആണെങ്കിൽ അവ ഫോട്ടോസിന്തസിസ് ചെയ്യും, ഓട്ടോട്രോഫായിട്ട് പെരുമാറും. ഇനി പ്രകാശം വേണ്ട വിധത്തിൽ കിട്ടിയില്ലെങ്കിലോ അവ ഹെറ്ററോട്രോഫായിട്ട് മറ്റു ജീവികളെ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് രണ്ടിനും ചേർന്ന ഒരു ന്യൂട്രീഷനാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മിക്സോട്രോഫ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂഗ്ലിനെയാണ്. അപ്പോൾ ഇതിൽ 2 പോയിന്റ്സ് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ഒന്ന്, പെല്ലിക്കിൾ, പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ ആണ് ഔട്ട്സൈഡ് ഉള്ളത്. രണ്ടാമത് ഇവ മിക്സോട്രോഫിക് ആണ്, കാരണം ഇത് ഓട്ടോട്രോഫിക്കും ആകാം ഹെറ്ററോട്രോഫിക്കും ആകാം.
അടുത്ത പഠിക്കുന്ന ഗ്രൂപ്പാണ് സ്ലൈമോൾസ്. സ്ലൈമോൾസിലോട്ട് വരുമ്പോഴേക്കും അത് ഹെറ്ററോട്രോഫിക് ആയി കഴിഞ്ഞു. ഇവർ ഡീകമ്പോസേഴ്സ് ആണ്. അപ്പോൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ? സാപ്രോഫൈറ്റിക് അല്ലേ, അല്ലെങ്കിൽ സാപ്രോട്രോഫിക് എന്ന് പറയാം. അപ്പോൾ ഈ സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഡെഡ് ആൻഡ് ഡീകമ്പോസ് മാറ്ററിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ന്യൂട്രിയൻസ് മാത്രം വലിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇവ സാധാരണയായിട്ട് ഫേവറബിൾ കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ ഡീക്കേയിങ് ആയിട്ടുള്ള ട്വിക്സ്, ചെടികളുടെ ലീവ്സ്, ചില്ലകൾ അതൊക്കെ വീണ് കിടക്കുന്നിടത്ത് ഇങ്ങനെ, അതായത് ഈ അഴുകിയ ഈ ഇത്തിരി ഹ്യൂമിഡ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ ഇവ ഇങ്ങനെ അഗ്രിഗേറ്റ് ആവും. കുറേ സെൽസ് കൂടി വന്നിട്ട് വലിയ ഒരു സെവറൽ ഫീറ്റ്, കുറേ അടി നീളമുള്ള ഒരു സ്ട്രക്ചറായിട്ട് അങ്ങ് സ്പ്രെഡായി കിടക്കും. എന്നിട്ട് അവ ആ ഓർഗാനിക് മെറ്റീരിയലിനൊക്കെ ഫീഡ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം. പക്ഷേ ബയോളജിസ്റ്റിന് മറ്റൊരു പ്ലാസ്മോഡിയം പരിചിതമാണ്. അതേതാണ്? നമ്മുടെ മലേറിയ കോസ് ചെയ്യുന്ന ഒരു പ്രോട്ടോസോവൻ ഉണ്ട്, അതിൻ്റെ പേരാണ് പ്ലാസ്മോഡിയം. അപ്പം ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് സ്ലൈം മോൾഡിൻ്റെ ബോഡിയാണ്. ഓക്കെ. പിന്നെ അൺഫേവറബിൾ ആണ് കണ്ടീഷനിങ്. അപ്പോൾ ഫേവറബിൾ ആകുമ്പോൾ അവർ പ്ലാസ്മോഡിയം ഉണ്ടാക്കി അവരത് ഫുള്ള് ഫീഡ് ചെയ്ത് ഓർഗാനിക് മാറ്ററിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യും. ഇനി ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിലോ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിലോ അവ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാക്കും. എന്നിട്ട് ആ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്ന് സ്പോർട്സ് ക്രിയേറ്റ് ചെയ്യും. ഈ സ്പോർട്സിന് നല്ല ട്രൂ വോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കാറ്റിൻ്റെ സഹായം, എയർ കറൻസ് വഴി അത് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തുകയും അവിടെ ഫേവറബിൾ കണ്ടീഷനിൽ അത് വീണ്ടും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഫേവറബിൾ കണ്ടീഷനും അൺഫേവറബിൾ കണ്ടീഷനും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇവ പല വർഷങ്ങളോളം ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവ മെയിൻ ഡീകമ്പോസേഴ്സ് ആണ്, സാപ്രോഫൈറ്റ്സ് ആണ്. അവ ജോയിൻ ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറാണ് പ്ലാസ്മോഡിയം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസിലെ ഗ്രൂപ്പാണ്. ലാസ്റ്റ് ഗ്രൂപ്പ് പ്രോട്ടോസോവൻസ് ആണ്. ഈ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഓട്ടോട്രോഫിക് ആദ്യത്തെ 3, പിന്നൊന്ന് സാപ്രോട്രോഫിക്. ഇവിടെ ഹെറ്ററോട്രോഫിക്, പാരസിറ്റിക് ആകാം അല്ലെങ്കിൽ പ്രിഡേറ്റർ ആകാം. എന്നിട്ട് ഇവയിൽ വീണ്ടും നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഇവയെല്ലാം കൂടുതലും ആനിമൽ ലൈക്കാണ്. കാരണം ഇവർ ഹെറ്ററോട്രോഫിക് അല്ലേ, ഫോട്ടോസിന്തസിസ് ഒന്നുമില്ല, ഇവർ ആനിമൽ ലൈക്കാണ്. ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് അമീബോയിഡ് പ്രോട്ടോസോവനാണ്. അപ്പോൾ അതിൽ വരുന്നത് ആരായിരിക്കും? അമീബ അല്ലേ. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻ സാധാരണയായി കാണുന്നത് വെള്ളത്തിൽ, ഫ്രഷ് വാട്ടറിൽ കാണാം, സീ വാട്ടറിൽ കാണാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മോയിസ്റ്റ് സോയിലും ഇവയെ കാണാൻ കഴിയും. അപ്പോൾ ഈ അമീബയുടെ പ്രത്യേകത എന്താണ്? അവ അവരുടെ പ്രിഡേറ്ററിനെ എങ്ങനെയാണ് പിടിക്കുന്നത്? അവരുടെ ബോഡിയിലെ എക്സ്റ്റൻഷൻസ് ഉണ്ടാക്കും അല്ലേ. അതിൻ്റെ പേരാണ് സ്യൂഡോപോഡിയ. സ്യൂഡോ മീൻസ് എന്താണ്? ഫോൾസ്. പോഡ മീൻസ് ഫൂട്ട് അല്ലെങ്കിൽ ലെഗ്. അപ്പോൾ ഫോൾസ് ഫൂട്ട് വെച്ചിട്ട് അതിനെ എൻഗൾഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അമീബയിൽ ചില വെറൈറ്റീസ് ചിലപ്പോൾ ഹാനികരമായിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ വളരെ ഹാംഫുൾ ആയിട്ടുള്ളതുണ്ട്. ഈ അടുത്ത കാലത്ത് ബ്രെയിനിൽ കടന്ന് ബ്രെയിനെ നശിപ്പിച്ച് ഒരു വളരെ ഡേഞ്ചറസ് കണ്ടീഷനാകുന്ന അമീബകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നൊരു പാരസിറ്റിക് ഫോം. അത് നമുക്ക് അമീബിക് ഡിസെൻട്രി എന്ന അസുഖം പരത്തുന്നു. ഇനി രണ്ടാമതുള്ളത് ഫ്ലാജല്ലേറ്റഡ് പ്രോട്ടോസോവനാണ്. അപ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കും? ഫ്ലാജല്ല ഉണ്ടായിരിക്കും അല്ലേ. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പാരസിറ്റിക് ആയിട്ടുള്ള ട്രിപ്പനോസോമ ഗാംബിയൻസ്. ഇതിൽ ഫ്രീ ലിവിംഗ് മെമ്പേഴ്സും കാണാം. പക്ഷേ പാരസിറ്റിക് ഫോം ട്രിപ്പനോസോമയാണ്. ട്രിപ്പനോസോമ കോസ് ചെയ്യുന്ന ഡിസീസാണ് ഹ്യൂമൻ ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് വിളിക്കും. ഇത് ടെറ്റ്സി ഫ്ലൈ കൊണ്ടാണ് പരത്തുന്നത്. ഇത് ആഫ്രിക്കൻ റീജിയനിലാണ് കൂടുതൽ കാണുന്നത്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2 വർഷം വരെയും ചിലപ്പോൾ സിംറ്റംസ് ഒന്നും കാണില്ല. പക്ഷേ സിവിയർ കേസസിൽ ഇത് ബ്ലഡ് ബാരിയർ തകർത്ത് നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് കൺവൾഷൻസും സ്ലീപ്പ് ഡിസ്ട്രപ്ഷൻസും ലെതാർജിയും കൺഫ്യൂഷനും എല്ലാം ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇതിനെ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഗ്രൂപ്പാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. ഇവയ്ക്ക് ശരീരത്തിന് ചുറ്റും ആയിരക്കണക്കിന് ഹെയർ ലൈക്ക് സീലിയ ഉള്ളത് കൊണ്ട് തന്നെ ഒരു തുഴ പോലെ പ്രവർത്തിച്ച് ഇവയ്ക്ക് വളരെ ആക്റ്റീവായിട്ട് വെള്ളത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നു. ഇവ അക്വാട്ടിക് ആണ്. ഇനി ഇവയുടെ ശരീരത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിനെ നമ്മൾ ഗില്ലറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സീലിയ കൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഫുഡ് പാർട്ടിക്കിളുടെ എല്ലാം അവ മൂവ് ചെയ്തിട്ട് അവരുടെ ഗില്ലറ്റിൽ കൂടി ശരീരത്തിനകത്ത് കൊണ്ടുവന്നിട്ടാണ് ദഹിപ്പിക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് പാരമീഷ്യം. പാരമീഷ്യത്തിനെ നമ്മൾ സ്ലിപ്പർ ആനിമൽക്യൂൾ എന്ന് പറയും. കാരണം അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ലിപ്പറിൻ്റെ സോള് പോലെയാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പാണ് സ്പോറോസോവൻസ്. ഈ സ്പോറോസോവൻസിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോട്ടോസോവൻസ് ഉണ്ട്. അവർക്ക് വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പല ജീവികളിലും ഇൻഫെക്റ്റ് ചെയ്യാനും സാധിക്കും. അതിലൊരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ഉണ്ടാകുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്നൊരു അസുഖമാണ്. ഇത് പരത്തുന്നത് കൊതുകുകളാണ്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ്. അപ്പോൾ ഈ പ്ലാസ്മോഡിയത്തിന് 2 ഹോസ്റ്റ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. ആദ്യത്തെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒരു
കൊതുകാണ്. അതാണ് അനോഫിലസ് മോസ്കിറ്റോ. അതാണ് പ്രൈമറി ഹോസ്റ്റ്. അതിൻ്റെ ശരീരത്തിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതിനെ തുടർന്ന് ഉണ്ടാകുന്ന എസെക്ഷൽ സ്പോർട്സ് ഹ്യൂമൻ്റെ ശരീരത്തിൽ ഒരു കൊതുകടിയിലൂടെ പ്രവേശിക്കുകയും നമ്മുടെ ലിവറിനെയും റെഡ് ബ്ലഡ് അരുണരക്താണുക്കൾ RBCയെയും അഫക്റ്റ് ചെയ്യുകയും അത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ മറ്റൊരു കൊതുകിലേക്ക് ഇത് പോവുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വർഷം 12th പഠിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ കിങ്ഡം പ്രോട്ടീസയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.